വർക്കലയിൽ നിന്ന് സോണിക്ക് ചെറിയൊരു പണി കിട്ടി. വെറുതെ ഇരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊന്ന് വർക്കല വരെ പോവാമെന്ന്. അങ്ങനെ നേരെ ഞങ്ങൾ വർക്കല എത്തി. ഞങ്ങൾ അസ്തമയ സമയത്താണ് വർക്കല എത്തിയത്. എന്ത് ഭംഗിയല്ലേ വർക്കല കാണാനായിട്ട്. മിനി ഗോവി എന്ന് പറയുന്ന ചുമ്മാ അല്ല കേട്ടാ, കറക്റ്റ് ആണ്. നല്ല ഭംഗിയായിരുന്നു. ക്ലിഫിന്റെ മുകളിൽ നിന്ന് കടൽ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നു. വർക്കല കണ്ട ഇപ്പോൾ ഒരു ഫോറിൻ കൺട്രിയുടെ ഒരു ലുക്ക് ഉണ്ട്. ഇവരെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. എന്തിനാ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അറിയുന്നവരൊന്നും പറയണേ. അങ്ങനെ ഞങ്ങൾ നേരെ താഴത്തോട്ടേക്ക് ഇറങ്ങി. ഡാൻസ് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരും അന്വേഷിക്കുന്നില്ല, ആരും അന്വേഷിക്കാനില്ല. വാഷ്റൂം ആണെങ്കിൽ നോക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. പിന്നെ വർക്കലയുടെ നൈറ്റ് വ്യൂ പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളി. ഇവനിത് ആരെയും നോക്കുന്നത്. ഹെൽമെറ്റും ഉണ്ട്, ഒരിടത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലാണ് എനിക്ക് കൊണ്ട്. ഒരുപാട് ഫിഷ് ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പൊരിച്ചൊക്കെ തരും. ഞാനിപ്പോൾ എടുത്ത കൊഞ്ച് എന്ത് വലിയ കൊഞ്ചല്ലേ ഇത്. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. ക്ലിഫിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു വൈബിൽ ഫുഡ് സെറ്റ് ചെയ്തു. മിക്ക പേരും ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഫുഡ് വരുന്നതിന് മുമ്പ് സെൽഫി എടുപ്പും കാര്യങ്ങളും ആയിരിക്കില്ല. അതേപോലെ നമ്മൾ അങ്ങനെ അവൻ പറഞ്ഞ ഷവർമ എത്തി, പക്ഷെ എനിക്ക് ഇതുവരെ ഫുഡ് എത്തിയില്ല. അവന് ഷുഗർ കഴിക്കാൻ പറ്റത്തില്ല. ഷുഗർ കഴിച്ചാൽ എന്തെങ്കിലും അസ്വസ്ഥത. അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരറിയാതെ ഷുഗർ ഇട്ടുണ്ടോന്ന്. പക്ഷെ അവർ നമുക്ക് ജ്യൂസൊക്കെ മാറ്റി തന്നു.